അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ പത്തിലെ ധന്യമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഖുർആൻ വിശേഷിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്റിൻ്റെ ഒറ്റ രാവിന് 1000 മാസത്തേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് ഖുർആൻ തന്നെ വളരെ നസ്സായി നമ്മെ പഠിപ്പിക്കുന്നു. ഷംഊനുൽ ഗാസിയുടെ ചരിത്രം, ബനൂ ഇസ്രായേലുകാരനായ ഷംഊനുൽ ഗാസിയുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ സ്വഹാബികൾക്കുണ്ടായിരുന്ന ആശങ്ക അത് നിറവേറ്റാനായിരുന്നു ഈ ആയത്തിൻ്റെ അവതരണം, ഈ സൂറത്തിൻ്റെ അവതരണം എന്ന് ഇന്നലെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കിയിൽ ഖുർആൻ പറയുന്നു, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ. മലക്കുകൾ അന്ന് ഭൂമിയിലേക്ക് വരും. മലക്കുകളെന്ന് മാത്രമല്ല, വറൂഹു, റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരും ഭൂമിയിലേക്ക് വരുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, സലാമുൻ ഹിയ, ആ രാവ് മുഴുവനും ശാന്തിയുടേതാണ്, സമാധാനത്തിൻ്റേതാണ്. ഹത്ത മത്തുലഇൽ ഫജ്ർ, ഫജ്ർ പ്രഭാതം വരെ എന്നാണ് ആ സൂറത്തിൻ്റെ ബാക്കിയിൽ അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ മലായിക്കത്തുൽ കിറാമിൻ്റെ വരവ് അന്ന് രാത്രിയിൽ ഉണ്ടാവും എന്നതാണ് ഖുർആൻ പറയുന്നത്. എല്ലാ ദിവസവും ഭൂമിയിലേക്ക് അവൻ്റെ മലക്കുകൾ വരുന്നുണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതആഖബൂന ഫീക്കും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാരി. നിങ്ങളിലേക്ക് രാവിലും പകലിലും മലക്കുകൾ വരുന്നതാണ്. രാത്രിയിലേക്കുള്ള മലക്കുകളും വരും, അത് കഴിഞ്ഞ് അവർ മുകളിലേക്ക് പോകുമ്പോൾ പകൽ സമയത്തേക്കുള്ള മലക്കുകളും ഭൂമിയിലേക്ക് വരും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ സ്വലാത്തിൽ ഫജ്രി. ഇവർ രണ്ടുപേരും അസ്ർ നിസ്കാരത്തിൻ്റെ ജമാഅത്തിലും അതേപോലെ സുബ്ഹ് ജമാഅത്തിലും രണ്ടുപേരും സംഗമിക്കും. പകലിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശലോകത്തേക്ക് കയറിപ്പോകുന്ന മലക്കുകൾ, വൈകുന്നേരത്തേക്ക് വരുന്ന മലക്കുകൾ, ഇവർ രണ്ടുപേരും അസ്ർ ജമാഅത്തിൽ വരും. രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പകൽ സമയം ഇവിടെ നിൽക്കാതെ മുകളിലേക്ക് പോകുന്ന മലക്കുകളും പകൽ സമയത്തേക്ക് വരുന്ന മലക്കുകളും തമ്മിൽ സുബ്ഹ് ജമാഅത്തിലും സംഗമിക്കും. രണ്ട് വിഭാഗവും രണ്ട് ജമാഅത്തിലും സംഗമിക്കും. സുമ്മ യഅ്റുജുൽ ലദീന ബാതു ഫീക്കും. പിന്നീട് നിങ്ങളിലുണ്ടായിരുന്ന മലക്കുകൾ മുകളിലേക്ക് കയറിപ്പോവും. ഫയസ്അലുഹും, ആ സമയത്ത് അള്ളാഹു അവരോട് ചോദിക്കും, വഹുവ അഅലമു ബിക്കും, ആ മലക്കുകളേക്കാൾ നിങ്ങളെക്കുറിച്ച് അറിയുന്നവൻ അള്ളാഹു ആണെങ്കിൽ പോലും അള്ളാഹു അവരോട് ചോദിക്കും, ഫയഖൂലു, അള്ളാഹു ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എൻ്റെ അടിമകളെ നിങ്ങൾ പോരുന്ന സമയത്ത് ഏതവസ്ഥയിലാണ് നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കും. ഫയഖൂലൂന, അപ്പോൾ അവർ പറയും, തറക്കിനാഹും വഹും യുസല്ലൂന വാത്തൈനാഹും യുസല്ലൂന, ഞങ്ങൾ ഭൂമിയിലേക്ക് ചെല്ലുന്ന സമയത്തും അവർ നിസ്കാരത്തിലായിരുന്നു, ഭൂമിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്തും അവർ നിസ്കാരത്തിൽ തന്നെയാണ്. അതാണ് പോകുന്ന സമയത്ത് അസ്റിൻ്റെ ജമാഅത്തിൽ കൂടിയിട്ടാണ്, വരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ സുബ്ഹിൻ്റെ ജമാഅത്തിൽ കൂടിയിട്ടാണ്. അപ്പോൾ രണ്ട് വിഭാഗം മലക്കുകൾ പറയും, ഞങ്ങൾ വരുന്ന സമയത്തും അവർ നിസ്കാരത്തിലാണ്, ഞങ്ങൾ പോകുന്ന സമയത്തും അവർ നിസ്കാരത്തിൽ തന്നെയാണ്.
അങ്ങനെ ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ എല്ലാ ദിവസവും ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഖുർആൻ പറഞ്ഞത് തനസ്സലുൽ മലായിക്കത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഈ മലായിക്കത്തിൻ്റെ വരവ് അതൊരു സ്പെഷ്യൽ വരവായിക്കൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ സദാ എല്ലാ ദിവസവും വരുന്ന മലക്കുകളുടെ വരവിനു പുറമെ സ്പെഷ്യലായിക്കൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ വരും. ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ രാവായി കഴിഞ്ഞാൽ തനസ്സലുൽ മലായികത്തുൽ ലദീന ഹും സുക്കാനു സിദ്റത്തുൽ മുന്തഹ, സിദ്റത്തുൽ മുന്തഹ ഏഴാൻ ആകാശവും കടന്ന് അതിനപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് സിദ്റത്തുൽ മുന്തഹ. ആ സിദ്റത്തുൽ മുന്തഹയിൽ വസിക്കുന്ന അവിടുത്തെ താമസക്കാരായ മലായികത്തുൽ കിറാം അവർ ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി വരുന്നതാണ്. മിൻഹും ജിബ്രീൽ, അവരുടെ കൂട്ടത്തിൽ മലക്കുൽ മുഖറബായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഉണ്ടാവും. ജിബ്രീലിൻ്റെ നേതൃത്വത്തിൽ കണക്കിന് വരുന്ന മലായിക്കത്തിൻ്റെ അകമ്പടികളോടെയാണ് അവർ ഭൂലോകത്തേക്ക് വരുന്നത്. വമാഹും അൽവിയ, അവരോടുകൂടെ അവർക്കൊന്നിച്ച് 4 പതാകകളും അവരുടെ കൈകളിലുണ്ടാവും. യുൻസബു മിൻഹാ ലിവാഉൻ അലാ ഖബരി, അതിൽ നിന്ന് ഒരു പതാക എൻ്റെ ഖബറിൽ അവർ നാട്ടുന്നതാണ്. വലിവാഉൻ അലാ ബൈത്തുൽ മഖദ്ദസ്, വേറെയൊരു പതാക ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുകളിൽ നാട്ടുന്നതാണ്. വലിവാഉൻ അലൽ മസ്ജിദുൽ ഹറാം, മറ്റൊരു പതാക മക്കയിലെ മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിലും. വലിവാഉൻ അലാ തൂരി സൈനാ, മറ്റൊരു പതാക തൂര് സീന പർവ്വതത്തിൻ്റെ മക്ക ഖുദ്സ് റൂട്ടിലുള്ള തൂര് സീന പർവ്വതത്തിലും നാട്ടുന്നതാണ്. ഇങ്ങനെ പതാകവാഹകരായിക്കൊണ്ടാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് വരിക. എന്നിട്ട് മഹാനായ നബി തങ്ങൾ പറയുന്നു, വലാ തദഉ ഫീഹാ മുഅ്മിനൻ വലാ മുഅ്മിനതൻ ഇല്ലാ തുസല്ലിമു അലൈഹി, ഒരു മുഅ്മിനായ ആണിനെയും ഒരു മുഅ്മിനത്തായ പെണ്ണിനെയും ഒഴിവാക്കൂല, ഇല്ലാ തുസല്ലമു അലൈഹി, അവർക്കൊക്കെ ഈ മലക്കുകൾ സലാം പറഞ്ഞിട്ടല്ലാതെ. എല്ലാ ആളുകളോടും ആ മലക്കുകൾ സലാം പറയും. പക്ഷേ അതിൽ നിന്ന് ഏതാനും ചില ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കി. ഒന്ന്, ഇല്ല മുദ്മിനുൽ ഖംരി, സ്ഥിരമായി മദ്യപിക്കുന്നവനൊഴികെ. അവരോട് മലക്കുകൾ സമാധാനത്തിൻ്റെ ശാന്തിയുടെ വാചകങ്ങൾ ഉരുവിടൂല, സലാം പറയൂല എന്നർത്ഥം. അതേപോലെ വാക്കിലുൽ ഖിൻസീർ, പന്നി മാംസം ഭക്ഷിക്കുന്നവരൊഴികെയും. വൽ മുത്തലമ്മഖു ബിസ്സഅഫറാൻ, മുടി കറുപ്പിക്കുന്നവനൊഴികെയും. ഈ 4 വിഭാഗം ആളുകൾ ഒഴികെ ബാക്കിയുള്ള ഭൂലോകത്തുള്ള സർവ്വ ആണും പെണ്ണുമായ മുഅ്മിനീങ്ങളോടും അന്ന് ഭൂമിയിലേക്ക് വരുന്ന മലക്കുകൾ സലാം പറയും, സമാധാനത്തിൻ്റെ സന്ദേശം കൈമാറും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ മാത്രം സ്പെഷ്യലായിക്കൊണ്ട് അല്ലാഹു തആല ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുന്ന മലായിക്കത്തിനെ കുറിച്ചാണ് ഈ പരാമർശം. അതേസമയത്ത് അതല്ലാതെ എല്ലാ ദിവസവും നിത്യേന രാവും പകലുമായി ഭൂമിയിൽ വസിക്കുന്ന ആയിരക്കണക്കിന് മലക്കുകൾ വേറെയുമുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എല്ലാ മലക്കുകളും ഭൂമിയിലേക്കെത്തും. വേറെ ഹദീസിൽ കാണാം, ഫലാ തബ്ഖ, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയാം, ഫലാ തബ്ഖ ബുഖഅത്തുൻ മിനൽ അർള്, ഭൂമിയിൽ 1 ഇഞ്ച് സ്ഥലം പോലും, ഒരു ഇടം പോലും ഒഴിവാവൂല. ഇല്ലാ വഅലൈഹാ മലക്കുൻ സാജിദുൻ ഔ ഖായിമൻ, എല്ലായിടത്തും മലക്കുകൾ ഉണ്ടായിട്ടല്ലാതെ. ആ മലക്കുകൾ സാജിദുൻ, ഒന്നുകിൽ അവർ അള്ളാഹുവിനുള്ള സാഷ്ടാംഗത്തിലായിരിക്കും, സുജൂദിലായിരിക്കും. ഔ ഖായിമൻ, അല്ലെങ്കിൽ അവർ നിന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയായിരിക്കും. ഇരിക്കുകയാണെങ്കിലും സുജൂദ് ചെയ്യുകയാണെങ്കിലും അവരുടെ പണി എന്താ?
യദ്ഉ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളായ ആണുങ്ങൾക്ക് വേണ്ടിയും മുഅ്മിനീങ്ങളായ സ്ത്രീകൾക്ക് വേണ്ടിയും അവർ സദാ ദുആയിലാണ്. അതാണ് അന്ന് രാവിൽ മലക്കുകളുടെ പണി എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ ആ രാവിൽ സലാം മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ, ശാന്തിയുടെ സംസാരങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷഅബി പറയുന്നൊരു സംഭവം കാണാം. മഹാനവറുകൾ പറയുന്നു, എന്താണ് സുബഹ് വരെ സലാമാണ് ആ രാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഹുവ തസ്ലീമുൽ മലായിക, മലക്കുകൾ സലാം പറയും. ആരോട്? അല അഹിലിൽ മസാജിദി, പള്ളിയിൽ താമസിക്കുന്ന, അതാണ് അവസാനത്തെ രാവിലെ ഒറ്റയിട്ട രാവുകളിൽ പള്ളികളിൽ ഇത്തിക്കാഫിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭജനമിരിക്കുന്ന, ഇത്തിക്കാഫിരിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ ബഹുമാനപ്പെട്ട ഷഅബിയുടെ വാക്കുകൾ വളരെ പ്രത്യേകമായി നോട്ട് ചെയ്യണം. മഹാനവറുകൾ പറയുന്നു, തസ്ലീമുൽ മലായിക അല അഹ്ലിൽ മസാജിദി, മഹാനവറുകൾ പറയുന്നു, മലക്കുകൾ പള്ളിയിലുള്ളവരോട് സലാം പറയും. ഏതുവരെ? ഹത്താ തഗീബു ശംസു ഇലാ അൻ യത്ല അൽ ഫജ്ർ, സൂര്യാസ്തമയം മുതൽ സൂര്യനുദിക്കുന്നത് വരെ, പ്രദോഷം മുതൽ പ്രഭാതം വരെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ആരെല്ലാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങുന്നുവോ അവരോടൊക്കെ മലായിക്കത്തീങ്ങൾ സലാം പറയും. യമുറൂന അലാ കുല്ലി മുഅ്മിനിൻ, ഇമാമുന ഷഅബി പറയുന്നു, ഓരോ മുഅ്മിനായ ആണിൻ്റെയും മുഅ്മിനായ ആണുങ്ങളുടെയും അരികിലൂടെ, പള്ളിയിലുള്ള പുരുഷന്മാരുടെ അരികിലൂടെ അവർ പോവുകയും വയഖൂലൂന അസ്സലാമു അലൈക്കും അയ്യുഹൽ മുഅ്മിൻ, പള്ളിയിലുള്ളവരോടൊക്കെ ആ മലായിക്കത്തുകൾ അസ്സലാമു അലൈക്കും അയ്യുഹൽ മുഅ്മിൻ, ഓ മുഅ്മിൻ അള്ളാഹുവിൻ്റെ ശാന്തി നിനക്കുണ്ടാവട്ടെ എന്ന് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട ഷഅബി പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ കാന ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദറിൻ്റെ രാവായാൽ നസല ജിബ്രീലു, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. ഫീ കബ്കബത്തിൻ മിനൽ മലായിക, ഒരു പറ്റം മലക്കുകളുടെ കൂട്ടത്തിൽ മലക്കുകളോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാം വരും. യുസല്ലൂന വ യുസല്ലിമൂന, ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മുഴുവൻ മലക്കുകളും അവരെ രക്ഷയ്ക്ക് വേണ്ടിയും ഗുണത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കും. അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖായിദിൻ യദ്കുറുല്ലാഹ തആല, നിന്നോ ഇരുന്നോ അള്ളാഹുവിന് ദിക്ർ ചെല്ലുന്ന ഓരോരുത്തരോടും സലാം പറയുകയും അവൻ്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇബാദത്തിലായി ധന്യമായി മുന്നോട്ട് പോവുക. അന്ന് ആ രാവിൽ ചെയ്യുന്ന ഓരോ ആരാധനാകർമ്മങ്ങൾക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം. മൻ ഖാല ഫീഹാ സലാസ മറാത്തിൻ, മഹാന്മാർ പറയുന്നു, അന്ന് 3 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് എന്ന കലിമത്തു തൗഹീദ് ഒരാൾ തഹ്ലീൽ 3 പ്രാവശ്യം ചൊല്ലിയാൽ ഗുഫിറ ലഹു ബിവാഹിദ, അതിൽ ഒരു പ്രാവശ്യത്തിൻ്റെ പ്രതിഫലം അവൻ അല്ലാഹു മഗ്ഫിറത്ത് നൽകും, അവൻ്റെ പാപമോചനം അല്ലാഹു ഉറപ്പാക്കും. വനജാത്തും മിനന്നാരി ബിവാഹിദ, രണ്ടാമത് ചൊല്ലിയ തഹ്ലീലിൻ്റെ ബറക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്നുള്ള രക്ഷയും ലഭിക്കും. വദ്ഖലഹുൽ ജന്ന ബിവാഹിദ, മൂന്നാമത് ചൊല്ലിയ തഹ്ലീലിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗപ്രവേശനവും നൽകും. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന അത് ഈ 3 തഹ്ലീൽ കൊണ്ട് മാത്രം വിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ ചെല്ലുന്ന 3 തഹ്ലീലിൻ്റെ സവാബായി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്.
ഇങ്ങനെ മഹാരഥന്മാരായ മലായിക്കത്തുൽ കിറാം വരികയും അവർ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഈ നല്ല രാവ് നല്ലവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അത് ലഭിക്കാത്ത ചില ആളുകളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു, മലായിക്കത്തുൽ കിറാം സലാം പറയാത്ത 4 വിഭാഗത്തെ ആളുകളെ, സ്ഥിരമായി മദ്യത്തിനടിമപ്പെട്ടവർ, മലായിക്കത്തിൻ്റെ സലാം അവർക്ക് ലഭിക്കില്ല. അതേപോലെ തന്നെ വേറൊരു വിഭാഗമാണ് പന്നിമാംസം, ഇസ്ലാം വിലക്കിയ ഭക്ഷണ രീതികൾ സ്വീകരിക്കുന്നവനെന്നർത്ഥം. ഇവർ മൂന്നാമത്തത്. ഇനി അത് ലഭിക്കാത്ത ചില ആളുകളെ കൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താ? യാ ജിബ്രീലു മാ സന അല്ലാഹു ഫി ഹവായിജിൽ മുഅ്മിനീന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളുടെ ആവശ്യപൂർത്തീകരണത്തിൻ്റെ വിഷയത്തിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ എന്താണ് അള്ളാഹു ചെയ്തത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയും, ഇന്നല്ലാഹ തആല നളറ ഇലൈഹിം. അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം, അള്ളാഹു അവരിലേക്ക് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്ക് നോക്കിയിട്ടുണ്ട്. വഅഫാൻഹും, അള്ളാഹു അവർക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. വഗഫറ ലഹും, അള്ളാഹു അവിടെ കൂടിയ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത് അള്ളാഹുവിനോട് അള്ളാഹു എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് മറുപടിയായി മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല അർബ, 4 ആളുകൾക്കൊഴികെ അവർക്ക് ഈ ഭാഗ്യം നൽകില്ല. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, മൻ ഹൗലായിൽ അർബ, ആരാണ് ഈ 4 പേർ? ഖാല, ജിബ്രീൽ പറഞ്ഞു, മുദ്മിനു ഖംറിൻ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥിരമായി മദ്യപിക്കുന്നവൻ, അവർക്ക് ലൈലത്തുൽ ഖദറിൻ്റെ നന്മ ആസ്വദിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത് വഅഖുല്ലി വാലിദൈ, മാതാപിതാക്കളോട് വെറുപ്പ് കാണിച്ചവൻ, പിണങ്ങി നിൽക്കുന്നവൻ. മൂന്നാമത്തേത് വഖാത്തിയു റഹ്മിൻ, കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ. വമുഷാഹിൻ, 4-മത്തേത് മുഷാഹിൻ. ഖീല, സദസ്സിൽ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, വമനിൽ മുഷാഹിൻ, ആരാണ് ഈ മുഷാഹിൻ? ഖാല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മുഷാഹിൻ എന്ന് പറഞ്ഞാൽ അൽ മുസാരിം, മുസാരിം എന്നാണ്. ആരാ മുസാരിം? യഅനില്ലദീ ലാ യുകല്ലിമു അഹാഹു ഫൗഖ 3 അയ്യാം, തൻ്റെ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കുന്നവൻ, സഹോദരനോട് 3 ദിവസമായി സംസാരിക്കാത്തവൻ. ഈ 4 വിഭാഗമൊഴികെ ബാക്കിയുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഒന്ന് മാപ്പ് നൽകും, അഫ്വ് നൽകും, മഗ്ഫിറത്ത് നൽകും. അതുകൊണ്ട് ഈ പുണ്യരാവുകളിൽ ഈ പറയപ്പെട്ട 4-ൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നമ്മൾ വരുന്നുവെങ്കിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ലൈലത്തുൽ ഖദർ ലഭിക്കാതിരിക്കാൻ കാരണമാണ്. അള്ളാഹു നമ്മയൊക്കെ അത്തരം വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി എന്താണ് ലൈലത്തുൽ ഖദറിൽ നാം വർദ്ധിപ്പിക്കേണ്ടത്? നാം കൂടുതലായി ചൊല്ലേണ്ട ദിക്ർ എന്താണ്? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അറഅയ്ത ഇൻ വാഫഖതു ലൈലത്തുൽ ഖദരി മാ അദു, എനിക്ക് ലൈലത്തുൽ ഖദർ കിട്ടി എന്നൊരു രാവിൽ ഞാൻ ഉറപ്പിച്ചാൽ, അഥവാ ലൈലത്തുൽ ഖദറുള്ള ഒരു രാത്രിയിൽ എനിക്ക് ഞാനത് മനസ്സിലായി ഇന്ന് ലൈലത്തുൽ ഖദറാണെന്ന്, എങ്കിൽ ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്? ഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, തഖൂലീൻ, നീ പറയണം ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദുആ നീ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടവുമാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്നർത്ഥം വരുന്ന ഈ അവസാനത്തെ പത്തിൽ നമ്മോട് ഏറ്റവും കൂടുതൽ
അധികരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ദിക്ർ അത് വർദ്ധിപ്പിക്കാനാണ് ലൈലത്തുൽ ഖദർ ഇന്നാണെന്ന് നിനക്കുറപ്പ് കിട്ടിയാൽ ആയിഷ നീ ചെയ്യേണ്ടതെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ നിർദ്ദേശം എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. ലൈലത്തുൽ ഖദറിന് ഒരുപാട് അടയാളങ്ങൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. വളരെ തെളിഞ്ഞ ആകാശമായിരിക്കുക, അതേപോലെ തന്നെ ക്ലൈമറ്റ് കൂടുതൽ ചൂടില്ലാതെയും അതേപോലെ തന്നെ കൂടുതൽ തണുപ്പില്ലാതെയും ആയിരിക്കുക, അതേപോലെ തന്നെ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കൂടുതൽ അതിൻ്റെ കിരണങ്ങൾ വരാത്ത രീതിയിൽ ഉദിക്കുക എന്നൊക്കെ മഹാരഥന്മാരായ ആളുകൾ ലൈലത്തുൽ ഖദർ ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളെക്കുറിച്ച് പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള രാവുകളിൽ ഏത് രാവുമാവാം ലൈലത്തുൽ ഖദർ, ഏത് രാവുമാവാം. അത് ഒന്നാമത്തെ പത്തിലാവാം, രണ്ടാമത്തെ പത്തിലാവാം, മൂന്നാമത്തെ പത്തിലാവാം. പക്ഷേ കൂടുതൽ പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമൊക്കെ ഈ മൂന്നാമത്തെ പത്തിൻ്റെ ഒറ്റയിട്ട രാവുകളിലാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനവർ പല കാരണങ്ങളും പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തുൽ ഖദർ 30 വാക്കുകളാണ്. സൂറത്തുൽ ഖദറിൽ 30 വാക്കുകളാണ്. ആ 30 വാക്കുകളിൽ വരുന്ന ഹിയ, സലാമുൻ ഹിയ എന്ന് പറയുന്ന ഹിയ എന്ന വാക്ക് വരുന്നത് 27ാമത്തെ വാക്കായിക്കൊണ്ടാണ്, കെലിമത്തായിക്കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹിയ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ലൈലത്തുൽ ഖദറിനെയാണ്. അപ്പം 27ാമത്തെ വാക്കായതുകൊണ്ട് റമദാൻ 27-നാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, അള്ളാഹു ഒറ്റയാണ്. ഒറ്റ സംഖ്യ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ഒറ്റയിൽ തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ 7ആണ്. ആകാശങ്ങൾ ഭൂമികൾ 7ആണ്. അതേപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസമാണ്. നരകത്തിന് 7 തട്ടുകളാണ്. തവാഫിൻ്റെ എണ്ണം 7ആണ്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ എണ്ണം, സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളുടെ എണ്ണം 7ആണ്. ഇങ്ങനെ 7ന് പ്രത്യേകതയുണ്ടായതുകൊണ്ട് തന്നെ 27-നാണ് ലൈലത്തുൽ ഖദർ എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയുന്നതാണ്. വേറെയും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കാണാം, ലൈലത്തുൽ ഖദർ എന്ന അറബി വാക്കിൽ 9 അക്ഷരങ്ങളാണുള്ളത്. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് സൂറത്തുൽ ഖദറിൽ പറഞ്ഞത് 3 സ്ഥലങ്ങളിലാണ്. അങ്ങനെ നോക്കുമ്പോൾ 3 പ്രാവശ്യം 9 അക്ഷരങ്ങൾ വരുമ്പോൾ 27ആയി. അതുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 27 എന്ന അഭിപ്രായത്തെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തി പറയുന്നതായി കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പലതുമുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്, അബുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമയുണ്ടായിരുന്നു. ആ അടിമയോട് മഹാനവറുകൾ പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം സമുദ്രത്തിലെ വെള്ളത്തിന് വല്ലാത്ത തെളിച്ചമുണ്ടാവും, നല്ല തെളിവുണ്ടാവും. അതുകൊണ്ട് ആ തെളിച്ചമുള്ള വെള്ളത്തിന് ഏറ്റവും കൂടുതൽ തെളിമ കിട്ടുന്ന ദിവസം അതേതാണെന്ന് കണ്ടെത്തിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. ആ സമയത്ത് അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തത് 27ാമത്തെ റമദാൻ 27ാമത്തെ ദിവസമായിരുന്നു. അത് ലൈലത്തുൽ ഖദർ ആയതുകൊണ്ടാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത്. ബഹുമാനപ്പെട്ട അവസാനത്തെ 10ലാണ് എന്നതാണ് മാലിക് ഇമാമിൻ്റെയും ഷാഫിഈ ഇമാമിൻ്റെയും ഔസാഇ ഇമാമിൻ്റെയും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകളുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റമദാൻ 21ൻ്റെ രാവിനാണെന്ന് പറയുന്നു. അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഒരുപാട് ഹദീസുകളും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്ന്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്നാണ് എന്നതിൽ ഒരുപാട് അഭിപ്രായാന്തരങ്ങളുണ്ട്. എന്നുമാവാം. കൂടുതൽ അതിനുള്ള സാധ്യതകൾ റമദാനിലെ ഒറ്റപ്പെട്ട ദിവസങ്ങളിലാണ് എന്ന് മഹാരഥന്മാരായ അവസാനത്തെ ഒറ്റപ്പെട്ട രാവുകളിലാണെന്ന് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല
ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.